ഉണ്ണിയമ്മേ കുമ്പടി വന്നു. നമസ്കാരം. ദ റിയൽ കേരള സ്റ്റോറി പൊളിഞ്ഞോ? വൈറൽ കല്യാണത്തിൽ CPM കുടുങ്ങിയോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. പോക്സോ കേസിൽ CPM നേതാക്കൾ പ്രതികളാവുമോ? വിവാഹം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചതാണോ CPM-നെ കുരുക്കിയത്? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രി വി ശിവൻകുട്ടിക്കും A റഹീം MPക്കും മൗനമാണോ? ശ്രീ ജയശങ്കർ, യഥാർത്ഥ കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിൽ CPM ആഘോഷിച്ച വിവാഹമായിരുന്നു. ഇപ്പോൾ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഈ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിവാഹത്തിന് ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പോക്സോ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കാൻ മധ്യപ്രദേശ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കേരളത്തിന്റെ DGP-യോടും മധ്യപ്രദേശ് DGP-യോടും ദില്ലിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? അന്ന് ഇത് മഹത്തായ ഒരു കാര്യം എന്ന് ഉദ്ഘോഷിച്ച CPM-ന്റെ നേതാക്കൾ ഈ വിവാഹം നടത്തിക്കൊടുത്ത MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും A റഹീം MPയും 2 ദിവസമായി മിണ്ടുന്നേയില്ല. എന്താ ഉറക്കം വരുന്നു? ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റിയൽ കേരള സ്റ്റോറി. 16 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരാൾ വശീകരിച്ച് വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്തും. അപ്പോൾ ഇതിൻ്റെ ആൻറ്റിസിഡൻസ് അന്വേഷിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം വിവാഹം നടത്തി കൊടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അത് കേട്ട വഴി കേൾക്കാത്ത വഴി എന്നാൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് പറഞ്ഞ് ഇതിന് മുന്നിട്ടിറങ്ങുകയും അത് നടത്തി കൊടുത്തതിന് ശേഷം ഇത് ഞങ്ങളുടെ മഹത്തായ മാതൃകയാണ് എന്ന് നെഞ്ചുപിടിച്ച് പറയുകയും ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അത് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം വാഴ്ത്തിപ്പാടുകയും ചെയ്തതിന് ശേഷം ഇതാകെ അബദ്ധമായിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അതിനാണ് നമ്മൾ കേരള സ്റ്റോറി അഥവാ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. കേരളത്തിൽ റിയലായിട്ട് നടക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഏതാണ്ട് ഈ രീതിയിലാണ്. ഇത് മാത്രമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല. ഇതുപോലത്തെ പരമാബദ്ധങ്ങൾ, പമ്പര വിഡ്ഢിത്തങ്ങൾ ഇനി കുറെ നാൾ കഴിഞ്ഞ് ഈ ഭർത്താവ് എന്ന് പറയുന്ന പൂമാൻ ആ പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് യാതൊരു നിയമപരമായ നിവൃത്തിയും കിട്ടുകയില്ല. ഒരു കോടതിയിലും കേസുമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ആ ഒരു ഹിന്ദു പെൺകുട്ടിയും മുസ്ലിം വിവാഹം തമ്മിലുള്ള വിവാഹം അത് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ ഹിന്ദു മതാചാരപ്രകാരം നടത്തി സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ അതുകൊണ്ട് നിയമപ്രാബല്യം ഉണ്ടാകുകയില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ഇസ്ലാമിക നിയമപ്രകാരം പോലും അത് സാധുവല്ല. നിക്കാഹ് ഫോമിൽ നടത്തിയാൽ പോലും ഈ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് മതം മാറേണ്ടി വരും. അപ്പൊ ഇത് ഗോവിന്ദ മാഷിന് ഒരുപക്ഷെ അറിയാൻ പാണ്ടാവില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ഡ്രില്ലുമാണ്. പുള്ളി ഡ്രില്ല് മാഷ് നിർത്തി അവമാനിക്കുവാണെന്ന്. അതുപോലെ ശിവൻകുട്ടി സഖാവ് അദ്ദേഹം കോളേജിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും LLB കാരനാണ്. നമ്മുടെ ഡബിൾ A റഹീം ഉണ്ടല്ലോ, അദ്ദേഹം വളരെ ഭരണഘടനാ വിദഗ്ധനാണ്. പുള്ളിക്കെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം തന്നെ ഇതുപോലൊരു വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത്, അല്ലല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അങ്ങനെയേ കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇതറിയാത്ത ആളൊന്നുമല്ല. A റഹീമിന് നന്നായിട്ട് അറിയാവുന്നതാണ്. പുള്ളി ജീവിതത്തിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ നിയമപ്രാബല്യം ഇല്ലാത്ത വിവാഹമാണ് നടത്തിയത്. പോക്സോയുടെ കാര്യം ഉണ്ടാവല്ലോ വരുന്നത്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് എത്ര അധാർമികമാണ്, എത്ര വലിയ തെറ്റാണ് ആ പെൺകുട്ടിയോട് ഇവർ ചെയ്തത്. സാമൂഹ്യമായിട്ടും നിയമപരമായിട്ടും എത്രയോ വലിയ ഒരു പാതകമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുകയും അത് കഴിച്ച ശേഷം താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മഹോന്നതമായ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ സനാതന പാരമ്പര്യത്തെക്കുറിച്ചും ഇതൊരു നടക്ക് പോണ മാതിരില്ല. നവോത്ഥാനത്തെക്കുറിച്ചും പ്രബുദ്ധതയെക്കുറിച്ചൊക്കെ ലാത്തി അടിക്കുകയും ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇവരുടെയൊക്കെ ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാവും.
ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആള് എന്തൊരു കോതനാണ് ഇയാൾ. ഇയാൾക്ക് ആരെ ഗോവിന്ദൻ എന്ന് പേരിട്ടേക്ക് കോതപ്പൻ എന്ന പേരാണ് ഇടേണ്ടിരുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പർ, ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം ഡബിൾ എ റഹീം, അദ്ദേഹം തന്നെ മിശ്ര വിവാഹം കഴിച്ച ആളാണ്. പുള്ളിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് വിവാഹം നടത്തുന്നത് എന്നുള്ള ഇതിന്റെ ചട്ടവട്ടം, നിയമവിരുദ്ധം കാര്യം ലോ അക്കാഡമി ലോ കോളേജിൽ നിന്നാണ് കിട്ടിയത്. എങ്കിൽ പോലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്, അതുപോലും അറിയാത്ത ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് പറ്റിയ ഒരാൾ ബഹുമാനപ്പെട്ട മന്ത്രി, വെറും മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹമാണ് ഇതിന് കാർമ്മികനായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യമാണ്, സാംസ്കാരികമായ ഔന്നത്യമാണ്. ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. അത് ശരിയാണ്, ഇതുപോലെ വേറൊരു സ്ഥലത്തും കാണുകയില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അതാണ് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ കേരള സ്റ്റോറിയെയും അതിന്റെ രണ്ടാം ഭാഗത്തെയും സർവ്വതാ സാധൂകരിക്കുന്ന നടപടിയാണ് ഈ ബുദ്ധിയില്ലാത്ത, ബോധമില്ലാത്ത മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷെ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, ആ സ്വർഗം കേരളമാണ്, അവിടെ നടത്തി കൊടുത്തു. എന്താണ് ഇതിന്റെ അനന്തരഫലം? ശ്രീ വിനു മന്ത്രി അപ്പൂപ്പനും മാസ്റ്റർ അപ്പൂപ്പനും MP അമ്മാവനും എല്ലാം പോക്സോ കേസിൽ പ്രതിയാകും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പോക്സോ കേസിൽ പ്രതിയാകും എന്നുള്ളത് നിയമപരമായിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് കേരളത്തിൽ വന്നു, അയാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ. അതിലൊക്കെ ഈ പാർട്ടി ഇടപെട്ട് നാറേണ്ട ഒരു കാര്യമില്ലല്ലോ. വെറുതെ പോകുന്ന ഈ പറന്നു പോകുന്ന സംഗതി വയ്യാവേലിയെ ഏണി വെച്ച് പിടിക്കാന്ന് പറഞ്ഞ പരിപാടിയാണ് ഇവർ ചെയ്തത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അത് കഴിഞ്ഞിട്ട് ഇത് നവോത്ഥാനമാണ്, പ്രബുദ്ധതയാണ്, മണ്ണാങ്കട്ടയാണ്, പിണ്ണാക്കാണെന്ന് പറയുന്നതാണ് നമുക്ക് അസഹ്യമായിട്ടുള്ളത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളിലും സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. ഏതായാലും May 4 തീയതി വരെ സഹിച്ചാൽ മതിയല്ലോ എന്നൊരു സമാധാനം നമുക്ക് ആകെ ബാച്ചു. May 4 തീയതി മലയാളികൾ മിക്കവാറും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഈ ശൈശവ വിവാഹം നടത്തിക്കൊടുത്ത ശേഷം അന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞ അതേ കാര്യം ഞാനിപ്പോൾ ആവർത്തിക്കുകയാണ്, ഞാനത് സമ്മതിക്കുകയാണ്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? കാരണം ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ കുടുംബത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മധ്യപ്രദേശ് പോലീസിന്റെ കേസ് നിലനിൽക്കെ മൈനറായിട്ടുള്ള ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവുമായി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ വെച്ച് നിയമവിരുദ്ധമായി ഇന്റർഫെയ്ത്ത് വിവാഹം നടത്തിക്കൊടുത്ത് ശൈശവ വിവാഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് ആ പ്രണയത്തിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ച് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? കേരളമാണ് ഇതിനുള്ള സുരക്ഷിത ഇടം എന്ന് പ്രഖ്യാപിച്ച് മന്ത്രിയും MP-യും MLA-യും കൂട്ടുനിന്ന് 1 മണിക്കൂറിനകം സർക്കാരിന്റെ കേസ്മാർട്ട് വഴി മാരേജ് സർട്ടിഫിക്കറ്റും കൊടുത്തതിന് ശേഷമാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിരുന്ന ആൾക്കാർ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. സത്യത്തിൽ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സംവിധാനത്തിനെ കേസ്മാർട്ട് എന്നല്ല ഊള എന്നാണ് വിളിക്കേണ്ടത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.